ദേവയാനിക്ക് ദേവയാനിയുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്, സിത്താര. അങ്ങനെ ദേവയാനി ഫോൺ എടുക്കുവാണ്. ദേവയാനി, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വീട്ടുജോലിയും ഒക്കെ ഞാൻ തന്നെയാ ചെയ്യുന്നത്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, എനിക്ക് നിന്നെ വന്ന് കാണാനൊന്നും പറ്റിയില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നിന്നെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കാണാനായിട്ടോ? എന്നാ വരുന്നേ? നാളെ തന്നെ വരും. ഞാൻ നാട്ടിലോട്ട് ഇന്നലെയാ വന്നത്. അപ്പോൾ നാളെ തന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരും. അത് നീ എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാലോ. നിന്നെക്കുറിച്ച് എപ്പോഴും അച്ഛനും അമ്മയൊക്കെ ചോദിക്കാറുണ്ട്, സിത്താര വിളിച്ചില്ലേ എന്നൊക്കെ. ഞാൻ പറയാറുണ്ട് നീ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടെന്ന്. ഞാൻ നിനക്ക് വയ്യാത്ത സമയത്ത് തന്നെ കാണാൻ വരണമെന്ന് കരുതിയതാ. പക്ഷേ അത്രയും തിരക്കായി പോയിടി. എനിക്കറിയാലോ നിന്റെ തിരക്കൊക്കെ. നീ വലിയ ബിസിനസ്സുകാരിയല്ലേ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും സാരമില്ല. അല്ല, നീ അന്ന് വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതല്ലോ, നിനക്ക് ലിവർ തന്ന പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന്. നാട്ടിൽ വന്നിട്ടേ നമുക്ക് ആ കുട്ടിയെ കണ്ടെത്താം. അതൊന്നും വേണ്ടടി. അതെന്താ, നീ ആ കുട്ടിയെ കണ്ടെത്തിയോ? അതല്ല, അത് വേണ്ട. ഞാനിനി ആ കുട്ടിയെ അന്വേഷിക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ നീ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, ആ കുട്ടിയെ ഒന്ന് നേരിട്ട് കാണണമെന്നല്ലേ നീ ഇങ്ങനെ പറഞ്ഞിരുന്നത്. ആ കുട്ടിയെ ഞാൻ കണ്ടു. എന്നിട്ടാണോ നീ എൻ്റെ അടുത്ത് പറയാതിരുന്നത്? എന്നാലേ നാളെ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ആ കുട്ടിയെ കാണാൻ പോണം. എനിക്കും നിന്നെ സഹായിച്ച ആ കുട്ടിയെ ഒന്ന് കാണണം. അതും എൻ്റെ വലിയൊരു ആഗ്രഹം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഇങ്ങോട്ട് വന്നാൽ മതി. ആ കുട്ടിയെ ഞാൻ കാണിച്ചു തരാം. ദേവയാനി, വെറുതെ നീ കളിക്കല്ലേ. നീ എന്താ എന്നെ പറ്റിക്കുവാണോ? അല്ല, നീ ഇങ്ങോട്ട് വാ. ആ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലോ? നീ അങ്ങോട്ട് കൊണ്ടുവന്ന ആ കുട്ടിയെ? ആ കുട്ടി ഇവിടെ തന്നെയുള്ള കുട്ടിയാ. ആരാ? അനാമികയാണോ? നിന്റെ പ്രിയപ്പെട്ട മരുമകൾ അനാമികയാണോ നിനക്ക് ലിവർ തന്നെ? അല്ല, എൻ്റെ മോള് നയനയെ എനിക്ക് ലിവർ തന്നെ. നയനയോ? നയനയാണോ നിനക്ക് ലിവർ തന്നെ? നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞിരുന്നത്? ആ കുട്ടിയുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ നീ പലതവണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ എൻ്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. ആ കുട്ടി തന്നെയാ എനിക്ക് ലിവർ തന്നത്. ലിവർ മാത്രമല്ല, എനിക്ക് ബ്ലഡ് തന്നതും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഒക്കെ ആ കുട്ടി തന്നെയാ. അപ്പോൾ അമ്മായിമ്മയും മരുമകളും ഇപ്പം നല്ല സ്നേഹത്തിലാ. ഇത് കാണാൻ തന്നെയായിരുന്നു എനിക്കും ആഗ്രഹം. ആ കുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു ആ കുട്ടി നല്ലൊരു പാവം കുട്ടിയാണെന്ന്. നീ അപ്പോഴും പറഞ്ഞിരുന്നു അവൾ ശരിയല്ല എന്ന്. ഞാൻ നിന്നെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചതല്ലേ. നിനക്ക് അന്ന് അതൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഇപ്പം ആ കുട്ടിയുടെ നന്മ മനസ്സിലായപ്പോൾ നിനക്ക് എന്നെ കാര്യം പിടികിട്ടിയില്ലേ? എല്ലാം അറിയാൻ കുറച്ച് സമയം എടുത്തു സിത്താരെ. എന്തായാലും അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിത് അറിഞ്ഞ കാര്യം. ആരോടും പറഞ്ഞിട്ടില്ല. ആദർശവും ജയേട്ടനൊക്കെ എന്നെ കുറെ പറ്റിച്ചതല്ലേ. അപ്പോൾ ഞാനും അവരെ കുറച്ച് പറ്റിക്കാമെന്ന് കരുതി. ഓ, അങ്ങനെയാണോ? ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നീ ആ കുട്ടിയെ ഇനി സങ്കടപ്പെടുത്തരുത്. ഇല്ല സിത്താരെ, ഞാൻ സങ്കടപ്പെടുത്തില്ല. ഞാൻ അവൾക്ക് എൻ്റെ മോളുടെ സ്ഥാനം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അവൾക്ക് വേണ്ടിയിട്ടാ ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ. ഓരോ ദിവസവും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ അടുക്കള ഭരണം മൊത്തം ഞാനാ ഏറ്റെടുത്തിരിക്കുന്നത്. ആഹാ, അപ്പം മരുമകളെ ദേഷ്യപ്പെട്ട് സ്നേഹിക്കുകയാണ് അല്ലേ? ആ, അങ്ങനെയും പറയാം. എന്തായാലും നാളെ ഇങ്ങോട്ട് വാ. നിനക്ക് നയനെ കണ്ട് സംസാരിക്കാമല്ലോ. ഒരു കാര്യം, നിന്റെ വായിൽ നിന്ന് ആരും അറിയരുത്. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. എന്നാ നമുക്കേ നാളെ കാണാം. അച്ഛനോടും അമ്മയോടും ഞാൻ വരുന്ന കാര്യം പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് സിത്താര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. സിത്താരയ്ക്കും ഒരുപാടങ്ങ് സന്തോഷമാവുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ആദർശും നയനയും ഓഫീസിൽ നിന്ന് വരാൻ വൈകുന്ന സമയത്ത് ഒരുപാട് ടെൻഷനോട് കൂടിയാണ് ദേവയാനി ഇരിക്കുന്നത്. നയനമോളെ കണ്ടില്ലല്ലോ. അവളെ ഇന്ന് കാണാഞ്ഞിട്ട് ഒരു സുഖവുമില്ല. ഓഫീസിലോട്ടൊന്നും പറഞ്ഞു വിടണ്ടായിരുന്നു. അവളെ കാണാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ മനസ്സ് പറഞ്ഞിരിക്കുമായിരിക്കും ദേവയാനി. അങ്ങനെ ആദർശും നയനയും വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഇത്ര വൈകിയത്? നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? കറങ്ങാൻ പോയതാണോ? അല്ലമ്മേ, ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. കുറച്ച് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയണ്ടേ? ഞാൻ എത്ര തവണ നിന്റെ ഫോണിലോട്ട് വിളിച്ചു, റിങ് ചെയ്യുന്ന പോലുമില്ല. അതിന്ന് രാവിലെ തൊട്ടേ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും അമ്മേ. എന്തായാലും ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. പിന്നെ പേടിക്കാതെ, രണ്ടുപേരും പുറത്തു പോയി തിരിച്ചു വരുന്നവരെ എനിക്ക് പേടി തന്നെയാ. ഇത് കേൾക്കുമ്പോൾ നയന ആദർശിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ഓ, ഞാൻ അവളെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല, നിന്നുദ്ദേശിച്ച് പറഞ്ഞതാ. എന്തായാലും വന്ന് ചായ കുടിക്ക്. അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡാ. അങ്ങനെ ആദർശും നയനയും മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നാ ആദർശ് പറയുന്നുണ്ട്, നയനെ, നീ അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചോ? നമ്മൾ രണ്ടുപേരും പുറത്തു പോയി തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് മനസ്സിൽ പേടിയാണെന്ന്. അത് നിന്നെക്കുറിച്ച് കൂടിയാ പറഞ്ഞത്. ആദർശേട്ടൻ എന്താ, അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. ആദർശേട്ടനോടുള്ള സ്നേഹ അമ്മ കാണിക്കുന്നത്, അല്ലാതെ എന്നോടുള്ള സ്നേഹമൊന്നുമല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അമ്മ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിന്നെ ഓഫീസിലോട്ടൊക്കെ വിട്ടത്. അങ്ങനെ നോക്കുമ്പോൾ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അമ്മ സ്നേഹിച്ച അത്രയും സന്തോഷം. അല്ലാതെ ഞാൻ എന്തു പറയാനാ ആദർശേട്ടാ? എന്തായാലും നീ ഫ്രഷ് ആവ്.
അമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം പോയി ചായ കുടിക്കാം എന്നും പറഞ്ഞ് ആദർശും നയനയും ഫ്രഷായി താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെ ആദർശനും നയനയ്ക്കും ചായയും സ്പെഷ്യലായി ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിന്ന് ഉണ്ടാക്കിയതാ, ഇലയടയാ. ഇത് ഇവിടെ ചിലർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടുണ്ടാക്കിയതാ. ഇനി ഇഷ്ടമുള്ള ഭക്ഷണം ഒന്നും ഉണ്ടാക്കി തരാഞ്ഞിട്ട് വീട് വിട്ട് പോകണ്ട. അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നേ? ഞാൻ എങ്ങോട്ടും പോവില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇനി അമ്മ തന്നെ എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാലും ഞാൻ എങ്ങോട്ടും പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ നയന പറയുന്നുണ്ട്. ഒരു ചെറു പുഞ്ചിരിയോട് കൂടി അത് ദേവയാനി കേൾക്കുന്നുണ്ട്. പിന്നീടായിട്ട് നയനോട് പറയുന്നുണ്ട്, നീ എന്താ അട എടുത്ത് കഴിക്കാത്തെ? അതെടുത്ത് കഴിക്കുന്നുണ്ട് അമ്മേ. അങ്ങനെ നിർബന്ധിപ്പിച്ച് അതൊക്കെ കഴിപ്പിക്കുന്നുണ്ട് ദേവയാനി. ഇതൊക്കെ കണ്ട് ജലജയും അനാമികയും ജാനകിയും അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, ഏട്ടത്തി ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. അത് മോൾക്കും മരുമോനും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാവും, അതുകൊണ്ടാ നമുക്ക് തരാത്തെ എന്ന് ജാനകി പറയുന്നുണ്ട്. എന്തിനാ ജാനകി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാനിതേ അടുക്കളയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, ഞാൻ എവിടേക്കും എടുത്തോണ്ട് പോയിട്ടില്ല. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് അവിടെ നിന്ന് എടുത്ത് കഴിക്കാം. ഞാൻ ഉണ്ടാക്കി വയ്ക്കുകയും വേണം, നിങ്ങളത് എടുത്ത് കഴിപ്പിക്കുകയും വേണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനേ നിങ്ങൾക്കൊക്കെ വരാം, ഇടയ്ക്കൊക്കെ ഒന്ന് തല കാണിച്ചു പോകാന്നല്ലാതെ എന്നെ നിങ്ങളൊന്നും വന്ന് സഹായിക്കുന്നില്ല. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ അമ്മയെ സഹായിച്ച് ഞാൻ ഇവിടെ നിൽക്കാമെന്ന്. അമ്മ തന്നെയല്ലേ എൻ്റെ അടുത്ത് ഓഫീസിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞത്, നിന്നോടല്ല ഞാൻ പറഞ്ഞത്. ജാനകിയും ജലജയും അനാമികയും ഒക്കെ ഇവിടെ തന്നെ ഉള്ളതല്ലേ, അവരോടാ പറഞ്ഞത്. എന്തായാലും നാളെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അടുക്കള കയറിയേ പറ്റൂ. നാളെ ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആരാ അമ്മേ? ആരാ വരുന്നേ? അതുമോനെ, അത് സിത്താര വരുന്നുണ്ട്. ആ, സിത്താരേണ്ടി വരുന്നുണ്ടോ? അതേതപ്പോൾ പുതിയ അവതാരം എന്ന് അനാമികയും ജലജയൊക്കെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. ആ, അവൾ വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അവൾ നാട്ടിലുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നാട്ടിലെ കുറച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കണം. എന്നാമ്മേ, ഞാൻ നാളെ ഓഫീസിൽ പോകുന്നില്ല, ഞാനിവിടെ സഹായിക്കാനായിട്ട് നിൽക്കാം. വേണ്ട, നീ ഓഫീസിൽ പോക്കോ. ഇവിടെ സഹായിക്കാനേ മറ്റു പലരും ഉണ്ട്, നിന്റെ സഹായം ആവശ്യമില്ല. ഒരു സഹായം ചെയ്താൽ മതി. നാളെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനേ നീ ആദർശനെ കൂട്ടി ഇങ്ങോട്ട് വരണം, അത് മാത്രം ചെയ്തു തന്നാൽ മതി. വേറെ സഹായമൊന്നും ആവശ്യമില്ല. ജലജയോടും ജാനകിയോടും അനാമികയോടും കൂടിയാണ് പറഞ്ഞത്, നാളെ എന്നെ സഹായിക്കാനായിട്ട് അടുക്കളയിൽ ഉണ്ടാവണം. ഇനി എന്നെ വിളിപ്പിക്കാൻ ഇടവരുത്തരുത് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഇത് കേട്ട് അനാമിക വലിയ ദേഷ്യത്തിലായിരിക്കും. ജാനകിയോട് പറയുന്നുണ്ട്, കേട്ടോ അമ്മേ, നമ്മളപ്പോൾ ഇവിടുത്തെ വെറും വേലക്കാരത്തിയെ പോലെയല്ലേ വല്യമ്മ കാണിക്കുന്നത്? അവളെ ഓഫീസിലോട്ട് പറഞ്ഞു വിട്ട് നമ്മളിവിടെ പണിക്കായിട്ട് നിർത്തിയിരിക്കുക. എല്ലാം എൻ്റെ ഗതികേട്, അല്ലാതെ എന്ത് പറയാനാ. എനിക്ക് 2-3 ബ്രാഞ്ചൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് അവൻ എന്നെ ഇന്നേ വരെ ഓഫീസിലോട്ട് കൊണ്ടുപോയിട്ടില്ല. എന്നെ ഒരു ബ്രാഞ്ചെങ്കിലും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല പോലെ നോക്കിയേനെ. മോളെ സങ്കടപ്പെടാതിരിക്കുക. മോളെ എന്തായാലും ഇനി തൊട്ടേ ഓഫീസിലോട്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അച്ഛനോടും അമ്മയോടും സംസാരിക്കാം. മോളും ഇതുപോലെ ഇവിടെ ഇരിക്കേണ്ട കുട്ടിയൊന്നുമല്ല, നല്ല കഴിവുള്ള കുട്ടിയല്ലേ. വലിയ കഴിവുള്ള കുട്ടി ഓഫീസിൽ പോയിട്ടേ ആ ബ്രാഞ്ച് മൊത്തം മുടിപ്പിക്കാനായിരിക്കും ഇവളെ ഓഫീസിലോട്ട് വിടുന്നേ എന്ന് ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അല്ല, അപ്പച്ചി എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഞാൻ പറയായിരുന്നു മോൾക്ക് ഒരുപാട് കഴിവുകളുള്ളതല്ലേ, മോളെ എന്തായാലും ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കണമെന്ന്. ആ മോളെ, അതെന്തായാലും അച്ഛനോടും അമ്മയോടും ഞാൻ പറയുന്നുണ്ട് എന്ന് ജാനകി പറയാ. പിന്നീടായിട്ട് സിത്താര പിറ്റേ ദിവസം വരുന്നുണ്ട്. ദേവയാനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പം നീ ഓക്കെ ആയില്ലേ? ഞാൻ എല്ലാം കൊണ്ടും ഓക്കെ ആയി, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. എവിടെ നിന്റെ മോനെ കണ്ടില്ലല്ലോ? അവനെ കുറച്ച് തിരക്കാ, അതുകൊണ്ട് പിന്നെ വന്ന് നിന്നെ കാണാമെന്ന് പറഞ്ഞു. ആണോ? അല്ല, എവിടെ നമ്മളെ സ്റ്റാർ എവിടെ? ആര്? നയനയോ? നീ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാലേ. ആ, നയന തന്നെ. അവളിപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ട്, ഉച്ചയ്ക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്കും അവർ വരും.